ഹായ്, നമുക്കിപ്പോൾ ഇന്നുള്ളത് റിറ്റി മരിയാണ്. സിക്കിം, ഡാർജിലിംഗ് ഉൾപ്പെടെ ഒരുപാട് സോളോ ട്രിപ്പുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് റിറ്റി മരിയ. അപ്പോൾ നമുക്ക് സിക്കിം, ഡാർജിലിംഗിലെ യാത്രാവിശേഷങ്ങൾ റിറ്റി മരിയോടൊന്ന് ചോദിച്ചറിയാം. ഹായ്. ആക്ച്വലി നമ്മുടെ മലയാളികൾ ഒരുപാട് പേര് ട്രാവൽ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് സിക്കിം, ഡാർജിലിംഗ് എന്ന് പറഞ്ഞ സ്ഥലം. നോർത്ത് സിക്കിം, അതേപോലെ തന്നെ വെസ്റ്റ് സിക്കിം, ഇവിടേക്കൊന്നും നമ്മുടെ മലയാളികൾ വളരെ കുറവ് പേരാണ് എത്തിയിട്ടുള്ളത്. സിക്കിം എങ്ങനെയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ആക്ച്വലി നമ്മുടെ മലയാളികൾ ഒരുപാട് പേര് കുളു, മണാലി, അതേപോലെ തന്നെ ഷിംല, ഈ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇപ്പം മാറുന്നത്. അതേപോലെ തന്നെ ഈ സിക്കിം സെയിം ഓൾട്ടിറ്റ്യൂഡിലാണ് സിക്കിം ഇരിക്കുന്നത്. മൈനസ് വരെ പോകുന്ന സ്ഥലമാണ് സിക്കിം. അതുപോലെ തന്നെ നാത്തൂല പാസ്, ചൈന ഇന്ത്യ ബോർഡറാണ് നാത്തൂല പാസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി നമ്മളുടെ ഇന്ത്യൻസിന് ഓപ്പൺ ആണ്. ആക്ച്വലി മലയാളികൾക്ക് ഇന്ത്യ ചൈന ബോർഡർ വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് തന്നെ അത് വലിയൊരു സംഭവം തന്നെയാണ്. ചൈനക്കാരെ കാണാം, അതേപോലെ തന്നെ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് അതെ. കയറി വിസിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു തന്നെ. കുറേ പേര് ആക്ച്വലി വിൻ്റർ സമയത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ നാത്തുല പാസ് ഒന്നും കാണാൻ പറ്റാണ്ട് പോകാറുണ്ട്. അത് ആക്ച്വലി ഈ പറഞ്ഞ മാതിരി മഞ്ഞുകൊണ്ട് മൂടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ആ സമയത്തൊന്നും കാണാൻ പറ്റാണ്ട് പോകാറുള്ളത്. നാഥുല പാസ് പോലെ കണ്ടിരിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാം. സിക്കിമിൽ തന്നെ ട്രാവൽ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നോർത്ത് സിക്കിം. വളരെ റിമോട്ട് ഏരിയ ആണ്. ചെറിയ ചെറിയ വില്ലേജസ് മാത്രമേ അവിടെയുള്ളൂ. ആക്ച്വലി സോളോ ട്രാവലേഴ്സിനൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നോർത്ത് സിക്കിം. അതുപോലെ നമ്മൾ സിക്കിമിൽ നിർബന്ധമായിട്ട് കഴിച്ചിരിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ പ്രത്യേക ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സിക്കിമിൽ ആക്ച്വലി ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. ഫുഡ് വെറൈറ്റി ഓഫ് ഫുഡ്സ് ആണുള്ളത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ക്ലോതിങ് സ്റ്റോഴ്സ് ആണ്. കാരണം ഇന്ത്യ ചൈന ബോർഡർ ആയതുകൊണ്ട് എത്രയോ വർഷം മുന്നോ, എനിക്ക് തോന്നുന്നു 12-13 വർഷം മുന്നേ ട്രേഡ് നടക്കുന്ന ഒരു ഏരിയയും കൂടി ആയിരുന്നുകൊണ്ട് ക്ലോതിങ് ഒരുപാട് ആക്ച്വലി അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഫുഡ് വളരെ കോമൺ ഫുഡ്സ് ആണ് അവിടെ ഉള്ളത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ക്ലോതിങ് ആണ്. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അവിടെ ഇഷ്ടംപോലെ ഷോപ്പിംഗ് മോൾ റോഡ്സ് ഉണ്ട്, ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ഉണ്ട്. അപ്പോൾ മലയാളികൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് സിക്കിം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഡാർജിലിംഗ്. ഡാർജിലിംഗിലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാമാണ് അവിടെയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്ന് പറയാമോ? ഡാർജിലിംഗിൽ ആക്ച്വലി ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞ മാതിരി കേബിൾ കാറ്, പിന്നെ അവിടെ തന്നെ മൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഈ കുറേ പേർക്ക് എങ്ങനെ മൗണ്ട് എവറസ്റ്റ് കയറേണ്ട പരിപാടിയൊന്നും ആർക്കും അറിയത്തില്ല. നമ്മുടെ മലയാളികൾക്കൊക്കെ പ്രത്യേകിച്ച് അറിയത്തില്ല. അപ്പോൾ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൈഡ് ചെയ്യാൻ അവിടെ ടീമുണ്ട്. ഒരു ടീം തന്നെയുണ്ട് അവിടെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ 2 months തൊട്ട് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, എങ്ങനെ മൗണ്ട് കയറാമെന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ എന്തായാലും ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യണം. സിക്കിം, ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യേണ്ട ബെസ്റ്റ് ടൈം എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ? സിക്കിം, ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് മന്ത് എന്ന് പറയുന്നത് നവംബർ, ഡിസംബർ, ജനുവരിയാണ്. അതാവുമ്പോൾ തണുപ്പും ആസ്വദിക്കാം, സ്ഥലങ്ങളും കാണാം, അധികം ഫോഗി ആയിരിക്കത്തില്ല, ബോർഡേഴ്സ് വിസിറ്റ് ചെയ്യാം. സിക്കിമിലേക്ക് പോകേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ, എങ്ങനെയാണ് അവിടേക്ക് പോകുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? സിക്കിം, ഡാർജിലിംഗിലേക്ക് ആക്ച്വലി ട്രാവൽ ചെയ്യാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാം. എക്സ്പെൻസീവ് രീതിയിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ എക്സ്പെൻസീവ് രീതിയിൽ ട്രാവൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ 3200 rupees ട്രെയിൻ കയറുവാണെങ്കിൽ NJP എത്തും. NJP സിക്കിമിലേക്ക് ചീപ്പായിട്ട് ട്രാവൽ ചെയ്യാം. പക്ഷേ അവിടെ സിക്കിമിൽ ആക്ച്വലി ട്രാവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആധാർ കാർഡിനേക്കാളും പ്രധാനപ്പെട്ട വേറെ IDs എന്ന് പറയുന്നത് ഒന്ന് ലൈസൻസും അതേപോലെ തന്നെ ഒന്ന് വോട്ടേഴ്സ് ID ആണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് ആക്ച്വലി സിക്കിമിലൊക്കെ വർക്ക് ആവത്തുള്ളൂ. ആധാർ കാർഡ് അവിടെ ബാൻഡാണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബോർഡർ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെർമിറ്റ് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ പെർമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ആധാർ കാർഡ് ഒഴിച്ച് വേറെ ഏത് ഡോക്യുമെൻ്റ് കൊടുക്കുവാണെങ്കിലും നമുക്ക് പെർമിറ്റ് കിട്ടും. എങ്ങനെ സിക്കിമിലേക്ക് ട്രാവൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്ലൈറ്റ് തന്നെയായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെ. അതുപോലെ 2, 3, 4 പേര് ട്രാവൽ ചെയ്യണേക്കാളും നല്ലത് ഒരു 6, 8, 12, 16 അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതാവുമ്പോൾ ചീപ്പായിരിക്കും. നിങ്ങൾക്ക് സിക്കിം, ഡാർജിലിംഗ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് ഒരു ടീമായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു 6 to 8 പാക്കായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു 7,000, 6,000 ഉള്ളിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ ഗൈഡ് ചെയ്യാൻ ആളില്ല എന്നുള്ളത് വിചാരിച്ചൊന്നും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ റെയിൻഡിയർ ഹോളിഡേയ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ നിങ്ങളെ നന്നായിട്ട് ഗൈഡ് ചെയ്യും.